LDF വരും ശരിയാകുമെന്ന പരസ്യവാചകത്തിലാണ് അധികാരത്തിലെത്തിയത്. രണ്ടാം തവണ ഉറപ്പാണ് LDF എന്ന് പറയാൻ ധൈര്യം നൽകിയതും ക്ഷേമ പെൻഷനും പൊതുവിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ ഇടപെടലുകളുമായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ പക്ഷേ ഏറെ വ്യത്യസ്തമായിരുന്നു. കൃത്യമായ പെൻഷൻ മുടങ്ങി. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 മാസം. പട്ടിണി മാറ്റാൻ മാവേലി സ്റ്റോറുകളിലെത്തിയ ജനം അവശ്യ സാധനങ്ങൾ കിട്ടാതെ ഒഴിഞ്ഞ സ്റ്റോറുകൾ കണ്ട് തിരിച്ചുപോയി. നിറച്ചൂട്ടിയ കുടുംബശ്രീ ഹോട്ടലുകൾക്ക് കിട്ടാനുള്ളത് 41 കോടി രൂപ. ഉച്ചഭക്ഷണത്തിന് സ്കൂളുകൾക്ക് ലഭിക്കാനുള്ളത് 200 കോടി. ഓണക്കിറ്റ് കുടിശ്ശിക വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് 158 കോടി. കാരുണ്യ പദ്ധതിക്ക് ആശുപത്രിക്ക് മിനിമം കൊടുക്കേണ്ട കുടിശ്ശിക 300 കോടി. KSRTCക്ക് നൽകേണ്ട തുക പെൻഷന്റെ ഇനത്തിൽ മാത്രം 160 കോടി. ക്ഷേമ പെൻഷനുകൾക്ക് മാത്രം 4 മാസത്തെ കുടിശ്ശിക 3200 കോടി. കടം വന്ന് കഴുത്തോളം മുങ്ങിയ രണ്ടാം പിണറായി സർക്കാർ ഒടുവിൽ വില കൂട്ടില്ല എന്ന ആ ഉറപ്പും പൊളിച്ചു. മാവേലി സ്റ്റോറുകളിലെ സബ്സിഡിയുള്ള 13 ഇനം സാധനങ്ങൾക്ക് 7 വർഷങ്ങൾക്കു ശേഷം വില കൂട്ടാൻ ഇന്ന് ചേർന്ന LDF യോഗം തീരുമാനിച്ചു. പെൻഷൻ കുടിശ്ശികയ്ക്കൊപ്പം വിലക്കയറ്റവും പിണറായി സർക്കാരിന്റെ സമ്മാനം. ഇനി കഞ്ഞിക്കൊപ്പം പയറുകൂട്ടാൻ 1 കിലോയ്ക്ക് 18 രൂപ അധികം കൊടുക്കണം. ഉഴുന്നുവെച്ച് ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കാൻ 1 കിലോയ്ക്ക് 29 രൂപ അധികം നൽകണം. വൻകടല വെച്ച് പുട്ടിനോടൊപ്പം കടലക്കറിക്ക് 26 രൂപ 1 കിലോയ്ക്ക് അധികം കൊടുക്കണം. വൻപയർ വെച്ച് തോരനുണ്ടാക്കാൻ 30 രൂപ 1 കിലോയ്ക്ക് അധികം കൊടുക്കണം. തുവരപ്പരിപ്പ് വെച്ച് സാമ്പാർ ഉണ്ടാക്കാൻ 46 രൂപ 1 കിലോയ്ക്ക് അധികം കൊടുക്കണം. തീർന്നില്ല, ചുവന്ന മുളകിനായി ഇനി കൂടുതൽ എരിയണം, ഇരട്ടിയിലധികം എരിയണം മുളക് വാങ്ങുന്നവർ. ഇരട്ടിയോളമാണ് മാവേലി സ്റ്റോറിലെ വില വർധന. സാമ്പാറിലെ തുവരപ്പരിപ്പിനും കടലയ്ക്കും ഉഴുന്നിനുമടക്കം സബ്സിഡിയുള്ള അവശ്യവസ്തുക്കൾ പലതിനും വില കൂടും. മാവേലി നാട്ടിലെ സർക്കാർ എന്ന നിലയിൽ നിന്ന് മാവേലിയെ പറയിപ്പിക്കാനൊരു സർക്കാർ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. LDF വരും, എല്ലാം ശരിയാകുമെന്ന മുദ്രാവാക്യവുമായി ഇനിയും ഈ വഴി വരരുത്, നവകേരള ബസിനെയും തെളിച്ചുകൊണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങി. സാമ്പത്തിക പ്രാരാബ്ധത്തിൽ നടുമുടിഞ്ഞ മനുഷ്യർക്ക് വിലവർധന കൂടിയാകുമ്പോൾ സഹിക്കാവുന്നതിനും അപ്പുറമാകുന്നു. ന്യായീകരണമാണ് വിചിത്രം. സപ്ലൈകോ ചാവാതിരിക്കാൻ വില കൂട്ടി എന്ന് ഒഴിഞ്ഞ കലവറകൾ കാട്ടി വിലവർധനയെ ന്യായീകരിക്കുമ്പോൾ ചിലർ ഭാരതരിയുമായി വെള്ളം തിളപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചോദ്യമിതാണ്, പഞ്ഞകാലത്ത് സാധുജനത്തെ പഞ്ഞിക്കിടുന്നു. വിലവർധനയിൽ ന്യായീകരണമെന്ത്?